നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാനി സ്ക്വയറാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ പാറ്റേൺ നോക്കി വെച്ചിട്ട് അത് ഒന്ന് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷയാണ് യൂസ് ചെയ്തേക്കുന്നത് ഗ്രാനി സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ബാഗ് ട്രൈ ചെയ്യാൻ പോകുന്നത്. കുറേ നാളായി ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ പിന്നെ ആവട്ടെ എന്ന് വെച്ചു. പിന്നെ ഓർത്ത് ഇപ്പോൾ ഒരെണ്ണം ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു ഗ്രാനി സ്ക്വയർ പാറ്റേൺ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഗ്രാനി സ്ക്വയറിന് 13 വേണ്ടത്. ഫസ്റ്റ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് അതേപോലെ തന്നെ 13 വേറെയും ക്രിയേറ്റ് ചെയ്യണം. അതെ, 13 ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് ഒരു ബാഗിൻ്റെ ഷേപ്പാക്കി എടുക്കണം. ഫസ്റ്റ് ഞാനൊരു ഔട്ട്ലൈൻ പോലെ ഒരു ബേസ് പോലെ എല്ലാം ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഞാനിത് ഒരു സൂചി കൊണ്ടിട്ടാണ് തുന്നി ഒരു 2 സൈഡ് എല്ലാം യോജിപ്പിച്ചിട്ട് ഒരു പെർഫെക്റ്റ് ബാക്ക് ഷേപ്പിനകത്തേക്ക് വന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊരു പോർഷനാണ്. അപ്പം വേണ്ടാത്ത നൂലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതിന് നല്ല വശത്തേക്ക് ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല വശത്തേക്ക് ആക്കി കൊടുത്തിട്ട് വീണ്ടും എക്സ്ട്രാ വരുന്ന നൂൽസ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഒരു ബാഗിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്കിതിന് സ്ട്രാപ്പിങ്ങൾ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിംഗിൾ ക്രോഷയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്ട്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം എന്തോരം ലെങ്ത് അതനുസരിച്ച് നിങ്ങൾ ആ സ്ട്രാപ്പിൻ്റെ നീളം വെക്കുക. ഞാനിപ്പോൾ എനിക്ക് വേണ്ടത്രയും ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ